റോമാലേഖനം എനിക്ക് നൽകിയ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. നിന്ന എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ ഏതാണ് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ദൈവമാക്കളെ കുറിച്ച് അത് ചെയ്യുന്നതാണ്. കൂടുതൽ ലോകവാസിനെ കുറിച്ച് അത് ചെയ്യുന്നതാണ് കുറവാണ്. ദൈവത്തെ കുറിച്ച് അത് ചെയ്യും കൂടുതൽ. മനുഷ്യരുടെ നിന്ദയുണ്ട്, ക്രിസ്തുവിൻ്റെ നിന്ദയുണ്ട്, ദൈവത്തെ നിന്ദിക്കുന്നുണ്ട്, ദൈവിക നിന്ദയുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നന്ദി ഒന്ന് ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പം നിന്ന എന്നുള്ളത് ഏതാണ് ആത്മീക ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുന്നതാണ്. എല്ലാവർക്കും അനുഭവിക്കുന്നതാണ്. ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും മനസ്സിലാക്കാനായിട്ട് കാര്യങ്ങൾ. നിന്ന അനുഭവിക്കാത്ത ആരും തന്നെ ഇതിലെന്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്ന അനുഭവിക്കാത്ത ആരും ഇല്ല. പക്ഷേ നിന്നെ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു മനോഭാവം ഈ വചനം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ വീതിയിരിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ വീതിയിരിക്കുമെന്ന് പറഞ്ഞാൽ അത് പഴയ ദൈവത്തിൻ്റെ ഒരു കൊട്ടേഷൻസ് എടുത്ത് പറയുകയാണ്. ആരെങ്കിലും ക്രിസ്തുവിനെ നിന്ദിച്ചാൽ ആ നിന്ന വീഴുന്നതായിട്ടല്ല. പിതാവും ദൈവത്തിൻ്റെ മുകളിലാണ് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും നിന്ദിച്ചാൽ യഥാർത്ഥത്തിൽ അത് ദൈവനാമ നിമിത്തമുള്ള നിന്നയാണെങ്കിൽ അതെവിടെ വീഴുന്നത് നമ്മുടെ പുറത്തല്ല, ക്രിസ്തുവിന്റെ മേലുള്ള നമുക്ക് വേണ്ടി നിന്ന സഹിച്ചതാണ്. നമ്മുടെ നിന്ന കർത്താവ് എന്തിയാണ് ഏറ്റെടുത്തതാണ്. നമുക്ക് വേണ്ടി നിന്ന സഹിച്ചതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഫ്രീയാകാൻ വേണ്ടി, നമ്മൾ സ്വതന്ത്രനാകാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി നിന്ന് സഹിച്ച കർത്താവാണ്. അതുകൊണ്ട് പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. നമ്മെ ക്രിസ്തുവിന്റെ നാമം നിമിത്തം, ദൈവത്തിന്റെ വചനം നിമിത്തം, ദൈവത്തെ സേവിച്ചത് നിമിത്തം, ആളുകളെ ക്രിസ്തുവിന്റെ നാമം നിമിത്തം നമ്മെ നിന്ദിച്ചാൽ ആ നിന്ന നമ്മളെ അല്ല ക്രിസ്തുവിന്റെ മേലാണ് വീഴ്ചിക്കുന്നത്. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. ആളുകൾ ചരിത്ര പുസ്തകം എടുത്താൽ 69 കൊട്ടേഷൻസ് ആണ് ഇവിടെ എടുത്തിരുന്നത് പറയുവാനായിട്ട് ചെയ്യുന്നത്. എന്റെ ആലയത്തെ കുറിച്ചുള്ള എഴുവ് എന്നെ തിന്നുകളഞ്ഞു, നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ വീഴിക്കുന്നു. എന്റെ ആലയത്തെ കുറിച്ചുള്ള എഴുവ് എന്നെ എന്ത് ചെയ്തു? തിന്നുകളഞ്ഞു. നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ വീഴിക്കുന്നു. ആലയത്തെ കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും ആലയത്തെ നോക്കി നിന്ദിച്ചാൽ, ആരെങ്കിലും ആലയത്തെ കുറിച്ച് പരിഹസിച്ചാൽ, ആ ആലയത്തെ കുറിച്ചുള്ള പരിഹാസം ദൈവക്രിസ്തുവിന്റെ മേലാണ്. കാരണം ആത്മീക മർമ്മം എന്ന് പറയുന്നത് ആലയം ക്രിസ്തുവാണ്. ആലയം നമ്മളാണ്, നാം ആലയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരമായ, ദൈവത്തിന്റെ ആലയമായ, ദൈവം വസിക്കുന്ന സ്ഥലമായ നമ്മളെ നോക്കി നിന്ദിച്ചാൽ, ദൈവത്തിന്റെ വിശുദ്ധ ആലയമായ നമ്മെ നോക്കി നിന്ദിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയെ, ഈ കെട്ടിടത്തെ, ഈ ആലയത്തെ നോക്കി നിന്ദിച്ചാൽ, യഥാർത്ഥത്തിൽ ആ നിന്ന ക്രിസ്തുവിന്റെ മേലാണ് വീണിരിക്കുന്നത്. ആ നിന്ന ക്രിസ്തുവിന്റെ മേലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറച്ച് പറയാൻ കഴിയണം, എന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന ഇത് നമ്മൾ അപ്പോൾ നമ്മെ അല്ല എന്തെങ്കിലും നമ്മളതൊന്ന് മനസ്സിലാക്കിയ മാത്രമായി ഇല്ലേ? ദാസന്മാരെ അവരെ തൊട്ടാൽ കണ്ണിന്റെ ചിത്രയെ ദൈവം
ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. ദൈവത്തിന്റെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ദാസന്മാരെ അല്ലെങ്കിൽ ദൈവ ജനത്തെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ, ഉപദ്രവിക്കുകയോ ചെയ്താൽ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. അങ്ങനെ ചിന്തിച്ചോക്കെ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ നമുക്ക് തൊടാൻ പറ്റും? തൊടാൻ പറ്റും? പറ്റത്തില്ല. എന്താണ് എന്താണ് പിന്നെ ചിലയൊക്കെ നമ്മൾ ദൈവികമൊക്കെ ചെയ്യുന്നതല്ലാതെ അത് നമ്മൾ എന്ത് ചെയ്തില്ല, തൊടില്ല. ഇത് പറഞ്ഞ ദൈവം തന്റെ ഭക്തന്മാരെ അത്രയ്ക്ക് എന്ത് ചെയ്യണം? കെയർ ചെയ്യുക. എന്നാൽ ഈ നിന്നെല്ലാം സഹിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിന്റെ ധീരതയോടെ ആത്മശക്തിയോടെ മുമ്പോട്ട് പോവുകയാണ്. ആത്മശക്തിയോടെ മുമ്പോട്ട് പോവുകയാണ്. ആ നിന്നെല്ലാം സഹിച്ചു. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ എൻ്റെ പിതാവ് വിശ്വാസത്തിൽ വരുന്ന ആ സമയത്ത് ഒത്തിരി നിന്ന് എന്ത് ചെയ്യായിരുന്നു, സഹിച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമനിമിത്തമാണ് കേട്ടോ. ഒത്തിരി നിന്ന ദേശത്തിൽ വേറെ ആരും പ്രതിപ്രചാരമില്ല ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബമാണ് ഇറങ്ങി തിരിച്ചുകൊണ്ട് ആ ലോകം ആ ദേശം മുഴുവൻ എത്തി ഒക്കെ എന്ത്. പക്ഷെ ഇന്നില്ല, അത്രക്കുള്ളയില്ല. കാരണം ആ ദൈവത്തെ അറിഞ്ഞത് നിമിത്തമുള്ള ആ ഒരു അനുഗ്രഹം ലോകത്തിന് എന്ത് ചെയ്തു? ജനത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത്രത്തോളത്തില്ല. ഇപ്പൊ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പോകാനൊക്കെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ട്. നമ്മളോടൊക്കെ സഹകരിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയില്ല, ഇല്ലായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, പ്രശ്നമായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളുടെ ആ ദേശത്ത് കല്യാണത്തിന് എന്തില്ലായിരുന്നു, വിളിക്കത്തില്ല. കാരണം നമ്മളെന്താണ് മാർത്തോമക്കാരെ വിളിക്കത്തില്ല. അന്നത്തെ മാർത്തോമക്കാര് ഞങ്ങൾ എന്ത് ചെയ്തില്ല, കല്യാണത്തിന് എന്ത് ചെയ്തില്ല, വിളിക്കത്തില്ല. കാരണം എന്താ, അവര് ആ ഒരു സ്ഥിതി അന്നത്തെ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പൂശാക്കാതെ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങള് ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒത്തിരി ആളുകൾ കളിക്കുന്ന ഒരു കളിസ്ഥലമുണ്ട്. പള്ളിയോട് ചേർന്നുള്ളത് കളിസ്ഥലം. അവിടെ കളിക്കുന്ന സമയത്ത് ബോൾ തട്ടി എന്ത് ചെയ്യും, ഞങ്ങൾ കൂട്ടപ്പുറകിലാണ് പോകുന്നത്. ഭയങ്കര ആ ഫുട്ബോളൊക്കെ ഫുട്ബോൾ തട്ടിയിടുകയാണൊക്കെ ഭയങ്കര അത് അടിച്ച് മനപ്പും അടിച്ച് ഞങ്ങളുടെ ഇടയിലേക്ക് ഇടും. ശരീരത്തിലൊക്കെ അത് തട്ടുന്നതിലുള്ളൂ. പക്ഷെ എന്നിട്ടും തിരിഞ്ഞൊരു വാക്ക് പറയാതെ ആ ഫോൺ എടുത്ത് തിരിച്ചിട്ട് അവരുടെ കോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചെത്തി ഞങ്ങൾ വളരെ പോവായി. എന്നുവെച്ചാൽ അത്രയ്ക്ക് നിന്ദിക്കുന്ന ഒരു സംഭവമാണ്. ആ കാലത്തെല്ലാം അങ്ങനെയാണോ, നിന്ദിക്കുന്ന ഒരു സംഭവമാണ്. അത് ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും ആ നാട്ടിലാണെങ്കിലും നിന്ദിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആ നിന്നെയൊക്കെ ദൈവം ഇന്ന് അത് മാറ്റി അതിനെയൊക്കെ അനുഗ്രഹമാക്കി ഇന്ന് അവർ പറയും കർത്താവിനെ സേവിച്ചത് കൊണ്ടാണ്, കർത്താവിനെ ആരാധിച്ചത് കൊണ്ടാണ്, കർത്താവിനെ നിന്നതുകൊണ്ടാണ് ഉയർത്തിയത്, നമ്മുടെ തലമുറയെ ഉയർത്തിയത്, അവരെ ഉയർത്തിയതെന്ന് അവരെ എന്ന് പറയത്തക്കവണ്ണം ദൈവം അതിനെ ഗുണമാക്കി തീർത്തുവെന്ന് നമുക്ക് പറയാം. അതൊക്കെ ഇത് അനുഭവം, ഇതെന്റെ അനുഭവം മാത്രമല്ല, നിങ്ങളുടെയൊക്കെ അനുഭവമാണ്. ഒരു ചിന്തിച്ചു നോക്കിയേ, അവരുടെ നമ്മുടെ ആ ആദ്യ പാരമ്പര്യം, ആദ്യ അനുഭവം എങ്ങനെയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിന്ദിച്ച് കാണാം, പരിഹസിച്ച് കാണാം, നിങ്ങൾ പുറകോട്ട് മാറ്റി നിർത്തി കാണാം. ഇലയിട്ടിട്ട് കല്യാണത്തിന് വിളിക്കും, ഇലയിട്ടിട്ട് ഊണം ചെയ്യത്തില്ല, വിളമ്പത്തില്ല. ഇത്രത്തോളം അപമാനം ചിന്തിച്ചു പറയണം. വിളിക്കും, എന്നിട്ട് അവരെല്ലാവരും കൂടി ചിന്തിക്കുക, അവർക്ക് അവനെന്ത് ചെയ്യണ്ട, ഊണ് വിളമ്പണ്ട. അങ്ങനെ വിവാഹത്തിൽ നിന്ന് ഊണ് കഴിക്കാതെ, ഊണ് വിളമ്പാത്തത് കൊണ്ട് ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോയ വിശ്വാസികളുണ്ട്. അവിടെ ലക്ഷ്യം പറഞ്ഞാൽ ഇവനെ ഈ സമൂഹത്തിൽ ഇട്ടെത്തിയ അപമാനിക്കുക, അത്ര ലക്ഷ്യം, വേറെ ലക്ഷ്യമൊന്നുമില്ല. ഈ സമുദായത്തിൽ ഈ ആളുടെ ആൾക്കൂട്ടത്തിൽ ഇട്ടാണ് എന്ത് ചെയ്യാം, അപമാനിക്കുക. പക്ഷെ ഇന്ന് സ്ഥിതികൾക്കൊക്കെ മാറ്റം നമ്മളെ വിളിച്ചില്ലെങ്കിൽ അവിടെ സംഭവം നടക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കല്യാണം നടക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരും.
അന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആദ്യമാണ് നിങ്ങളെയാണ് വിളിക്കുന്നത്. ഇപ്പോഴും പ്രാർത്ഥിച്ചോണം. എല്ലാം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം, നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടും. ആ സ്ഥിതിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നത് ഒരു കാലത്ത് അവരുടെ വിശ്വാസത്തോടെ ദൈവകൃപയോടെ നിന്ദ സഹിച്ചത് കൊണ്ടാണെന്ന് ഉറച്ചു നമുക്ക് പറയുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് അതിന്റെ ഒന്നാം വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. എന്നാൽ ശക്തരായ നാം ശ്രദ്ധിച്ചു കേൾക്കണം. അശക്തരായവരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും. ശ്രദ്ധിക്കണം. ശക്തരായ ആത്മാവിൽ ശക്തരായ നാം അശക്തരായ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും എന്ന് പറഞ്ഞെന്താ? അങ്ങനെ നിന്ദിക്കുന്നവരുടെയും അങ്ങനെ പരിഹസിക്കുന്നവരുടെയും അവരുടെ ബലഹീനതകളെ നാം എന്ത് ചെയ്യുന്നു? ചുമന്നിട്ട് നമ്മിൽ തന്നെ പ്രസാദിക്കാതെ മനസ്സിലായോ? ചിലരുടെ ബലഹീനതകളെ നമ്മൾ എന്ത് ചെയ്യണം? ചുമക്കണം. അതിനുള്ള ശക്തി അതാണ്. എന്നിട്ട് നമ്മൾ നമ്മളത് എന്തെങ്കിലും നമ്മളതിൽ മഹത്വം എടുക്കരുത്. നമ്മളെടുക്കാൻ പോയി നമ്മളത് പ്രസാദിക്കാതെ ഇരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തർ കൂട്ടുകാരന്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അവന്റെ കാര്യങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇതല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് പലപ്പോഴും. മനസ്സിലായോ? അവിടെയാണ് അത് ദുഃഖകരമാകുന്ന കാര്യങ്ങൾ. ആത്മീയ കോളത്തിൽ ദൈവസഭയ്ക്കകത്ത് മറ്റുള്ളവരുടെ ബലഹീനതയെ, ഒരു അവിശ്വാസിയുടെ ബലഹീനതയെ ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ദൈവസ്നേഹത്തോടെ വെളിപ്പെടുന്നത്. ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് രോഗിയായിട്ട് ആ സമയത്ത് നമ്മുടെ ബന്ധുവായിക്കോട്ടെ, നമ്മെ നിന്ദിച്ചവനായിക്കോട്ടെ, നമ്മെ പരിഹസിച്ചവരായിക്കോട്ടെ, വിശ്വാസത്തിൽ വന്നില്ല, ആ വ്യക്തിയുടെ അടുക്കൽ എല്ലാം മറന്നിട്ട് ആ കഷ്ടതയിൽ അവരുടെ അടുക്കൽ പോയിരുന്ന് അവിടെ കൊടുക്കാനില്ല എങ്കിലും പോയിരുന്ന് പ്രാർത്ഥിച്ച് പാസ്പോർട്ട് പറയാം, പ്രാർത്ഥിച്ചിട്ട് വേണം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വിടുവിക്കും. ഒരു ആ അസ്വസ്ഥതയിൽ രണ്ടു പ്രാവശ്യം പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ ബലഹീനതകളെ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ സമുദായത്തിൽ ആരും തന്നെ എന്ത് ചെയ്തില്ല. അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്തില്ല, വന്നിട്ടില്ല. ഞങ്ങളുടെ എന്താണ് ഞങ്ങളുടെ എന്താണ് കമ്മിറ്റിക്കാരും എന്ത് ചെയ്തിട്ടില്ല. ഇത്രയും കഷ്ടതയിൽ കിടന്നിട്ടും ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് വന്ന് സ്വയം അന്വേഷിക്കാൻ വന്നിട്ടില്ല. നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസികൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. പക്ഷേ ദൈവത്തെ സംബന്ധനായിട്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത്. ചിലർ പറയാൻ ആരും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ ബലഹീനതകൾ നമ്മൾ എന്ത് ചെയ്യണം? ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർക്ക് അഭിമാനിയായിരിക്കാം, അവര് അഗ്രസ്തനായിരിക്കാം, അവർ ചിലപ്പോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അറിയാതെ തന്നെ ചിലരുടെ ഭാരങ്ങൾ നമുക്ക് ചുമക്കാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം. ആശ്വസിപ്പിക്കുക. നമുക്കിടയായിത്തീരണം. നിന്ന് ചുമന്നൊരു കർത്താവ് ഈ ലോകത്തിന് നിന്ന പലപ്പോഴും നമ്മൾ ചുമക്കേണ്ടതായിട്ട് വരും, ചുമക്കേണ്ടതായിട്ട് വരും. എന്നിട്ടാണ് ഇത്രയും ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കുടുംബാക്കത്തിലേക്ക് വരുന്നത്. നിന്നെ നിന്ദിച്ചവരുടെ നിന്ന അപ്പോൾ ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് പതിയണം. ഇനി മനുഷ്യരുടെ നിന്നയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ 51-ന്റെ 7 വാക്യം എടുക്കാം. 51-ന്റെ 7 വാക്യം.
പേടിക്കുകയും മനുഷ്യരുടെ നിന്നയെ മനുഷ്യരുടെ നിന്നയെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭയപ്പെടരുത്. അവയെ എന്തെങ്കിലും ഒന്നുകൂടെ വായിച്ച ആ വേറെ പക്കം കൊണ്ട് വായിച്ച കുറച്ചൊന്നും വായിക്കാം. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഉള്ള ജനം. നീതിയെ എല്ലാവരെ കുറിച്ചാണ് ഇത്. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളവരെ ഈ എന്റെ ഈ വാക്ക് കേൾപ്പി. മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്. ദൂഷണങ്ങളെ എന്ത് ചെയ്യും? നിന്ദിക്കുകയും ദൂഷണങ്ങൾ പറയുകയും ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭയപ്പെടരുത്. ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയാം. കുടുംബത്തോടും നമ്മളൊക്കെ ദൈവത്തെ വിളിച്ചു പറയുക. ആ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഇരിക്കുന്നവ, ദൈവത്തിന്റെ വിശുദ്ധന്മാരോട്, ദൈവത്തിന്റെ ആത്മവാദിക ശക്തിയോട് പറയുകയാ, മനുഷ്യന്റെ നിന്നയെ എന്തെങ്കിലേ, അവരുടെ ദൂഷണത്തെ എന്തെങ്കിലും. കാരണം അത് പേടിക്കാൻ പാടില്ല. അത് നമ്മുടെ മേലല്ല വീണിരിക്കുന്നത്. അത് നമ്മുടെ മേലല്ല വീണിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നയെ ഒഴിപ്പിക്കളയുന്ന, നിന്നയെ മാറ്റിക്കളയുന്ന സ്വർഗമുണ്ട്. അന്ന് നമുക്ക് വിളിച്ചു പറയാൻ കഴിയും, ഞാൻ ഇന്ന നിന്ന് സഹിച്ചിട്ട് എന്റെ ദൈവം ഇവിടെ വരെ കൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളെ കാതിലും കഴുത്തിലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഉടനെ അവിടെ എന്തെയും സ്വാഭാവികമാണ്. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ടീച്ചേഴ്സ് കളയാം. സ്തോത്രം, നീ ഇന്നത്തെ പ്രസംഗം ചെയ്യോ, നീ ഇന്നത്തെ പ്രസംഗം നൽകിയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പക്ഷെ നിങ്ങൾ മനുഷ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യണം? ഭാരപ്പെടുന്നു വേണം. നിങ്ങളെന്ത് ചെയ്യണം? നിരാശയൊന്നും വേണ്ട. നാണം ധരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തിരിയില്ല, അവർക്ക് താങ്ങാൻ കഴിയില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അവരെ മാറ്റി നിർത്തും. നല്ലൊരു കൂട്ടുകാരില്ലാതെ, നല്ല ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഇന്നത്തെ സ്ഥലങ്ങൾ അവരോട് നല്ലോണം എന്ത് ചെയ്യത്തില്ല, കൂട്ടുകൂടത്തില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാണെങ്കിൽ എല്ലാ പരിപാടിക്കും അവരോട് കൂടെ എന്ത് ചെയ്യും? കൂടും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ കൂടത്തില്ല. അതുകൊണ്ട് അവരെ മാറ്റി മനഃപൂർവ്വം അവരെ ഒഴിവാക്കി ആ കാര്യങ്ങൾ എന്ത് ചെയ്യും? ആരംഭിക്കും. പക്ഷേ നിങ്ങൾ വിശ്വസതയോടെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചില പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങളിടയ്ക്ക് പ്രാർത്ഥിക്കണേ പറയും. ഞാൻ പറയുന്നു, നിങ്ങൾ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിന്ദിച്ചവർ പലരും നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടില്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളെ പരിഹസിച്ച പലരും നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടില്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അവിടെ കട്ടതയിൽ അവർ പെട്ടവിടെ ഉള്ളിൽ ഹൃദയത്തിൽ ഓർമ്മ വരും. ഇന്ന വ്യക്തിയോട് ചെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കോ. ഒരു കാലത്ത് നിന്ദിച്ചവർ, ഒരു കാലത്ത് പരിഹസിച്ചവർ, ഒരു കാലത്ത് വിടക്കിയെന്ന് എഴുതിയവർ ഒന്ന് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ചെയ്യുന്നത് നമ്മുടെ എടുക്കുമെന്ന് ചെയ്യുന്നതല്ല കേട്ടോ, നമ്മുടെ കഴിവുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ, നമ്മുടെ മഹത്വമൊന്നുമല്ല കേട്ടോ. ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ അതിന് ചില സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്യണം. നിന്ന് സഹിച്ചുകൊണ്ട് ആരുടെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അവർ വന്നു പറയും. ദൈവത്തിന് അവസരം ഉണ്ടാക്കണം, ദൈവത്തിന് അവസരം ഉണ്ടാക്കണം.
നിന്നയെ മാറ്റിക്കളയുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നയെ മാറ്റിക്കളയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് നമ്മൾ ആഴമായി അത് വിശ്വസിക്കുക. ആ സങ്കീർത്തനം 6:22 എടുക്കാമോ? സോറി ലൂക്കോസ് 6:22 സങ്കീർത്തനം 102:8 മനുഷ്യർ നിങ്ങളെ ദേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളെ പേരിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ചുകൊള്ളുകയും നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വരികയെ അവരുടെ പിതാക്കന്മാരെയും പ്രവാചകന്മാരെയും അങ്ങനെ തന്നെ ചെയ്തുകൊള്ളു. അപ്പോൾ ചിന്തിച്ചോക്കെ സ്വാഭാവികമാണ്. പണ്ട് കാലത്തെ ഇതുള്ളതാണ്. അന്നേ ഇതെന്തുള്ളതാണ് ഉള്ളതാണ്. ഇന്നത്തെ ഒരു പുതിയ സംവിധാനമല്ലത്. അന്നേ ഇതുള്ളതാ. പക്ഷെ നമ്മളത് ഇതോണം അങ്ങനെ ദേഷിക്കുകയും ഭ്രഷ്ടരാക്കുകയും നിന്ദിക്കുകയും വിടക്ക് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മളത് ഇതോണം സന്തോഷിച്ച് കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലുതായിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ആത്മാവിൽ സന്തോഷിച്ചോണം. ദൈവത്തിൽ കൃപയിൽ ആനന്ദിക്കുവാനായിട്ട് ഇടയായി തീരുന്നതാണ്. 102:8 വായിക്കാം. 102 എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചെയ്യുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ എന്ത് ചെയ്യുന്നു? എന്നോട് ചെയ്യുന്നവർ എന്റെ പേര് ചൊല്ലി. ഞാൻ അപ്പം പോലെ ചായം ശ്രദ്ധിക്കണമേ കുട്ടികളെ. അല്ലെങ്കിൽ ഈ കുട്ടിയൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ഇതുപോലെ അല്ല എന്നോട് ചേരുന്നവർ എന്നെ ചൊല്ലി എന്ത് ചെയ്യുന്നു? വിശ്വസ്തയോടെ നിന്നാൽ ഇത് ഭയപ്പെടുന്നതാണ് പ്രശ്നം. സംശയം കഴിക്കുന്നതാണ് പ്രശ്നം. ഇല്ലേ? മനുഷ്യന്റെ നിന്നയെ നീ എന്ത് ചെയ്യണ്ടല്ല? അത് ഭയപ്പെടുകയാണെങ്കിലാണ് പ്രശ്നം വരുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഉറച്ചാൽ പറഞ്ഞാൽ ഇല്ല ഒന്നും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും എനിക്ക് കേൾക്കത്തില്ല, ഒന്നും പറഞ്ഞാൽ ഇത് എന്തിക്കത്തില്ല. ഞാൻ വിശ്വസനയോടെ കർത്താവിനെ സേവിക്കുകയാണ് എന്ന് ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നും ആഴത്തിൽ പറയുവാനായിടയായി തീരണം. ആഴത്തിൽ പറയും. യോശുവ 5:9 എടുക്കാം. യോശുവ 5-ാം അധ്യായം 9-ാം വാക്യം കൂടെ എടുക്കാം. ഇന്ന് ഞാൻ മിസ്രയീമിൽ നിന്ന നിങ്ങളിൽ നിന്നും ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്ന് വരെ ഇന്നത്തെ വിശ്വസിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ നിന്നയെ ഒഴിപ്പിക്കളയുന്ന ഒരു സ്വന്തം, ചിലരുടെ നിന്നയെ ഒഴിപ്പിക്കളയുന്ന ഒരു സ്വന്തം, ചിലരുടെ നിന്നയെ ഒഴിപ്പിക്കളയുന്ന ഒരു സ്വന്തമുണ്ട്. വിശ്വസിച്ചാൽ
ഇന്ന് ഇസ്രായേലി ജനത്തെ നിന്ദിച്ചത്, ഇസ്രായേലി ജനത്തെ പരിഹസിച്ചത്, ഹല്ലേലൂയ, ഇസ്രായേൽ ഫറവോനും ഹല്ലേലൂയ ഇസ്രായേൽ സൈന്യവും സകല ഈ ജനത്തെ ഇട്ട് കഷ്ടപ്പെടുത്തി നിന്ദിച്ച് പരിഹസിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെയാണ് ദൈവം ഹല്ലേലൂയ ഈ ജനത്തെ ഈ ഇസ്രായേൽ പരിഹസിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന്റെ ആധിപത്യത്തിലായിരുന്നു പരിഹാസം, ഫറവോന്റെ ലീഡർഷിപ്പിലായിരുന്നു പരിഹാസം, നിന്ദ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ആ നിന്ദയ്ക്ക് ഒരവസാനം വരുത്തി ജനത്തെ പരിച്ഛേദന ചെയ്ത് ദൈവത്തിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഹല്ലേലൂയ യോശുവ പറയുക, മിസ്രയീമിലെ നിന്ന ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉയർത്തിക്കളഞ്ഞു. നാളുകളായി നിന്ന് അനുഭവിക്കുന്ന, നാളുകളായി വേദന അനുഭവിക്കുന്ന, പരിഹാസം അനുഭവിക്കുന്ന ഹല്ലേലൂയ വ്യക്തികളെ, കുടുംബമേ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദൈവസഭയെ അതിന്റെ ശക്തിയോടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ മിസ്രയീമിലെ നിന്ദയെ ഞാൻ ഉയർത്തിക്കളഞ്ഞിരിക്കുന്നു. ഈ ദേശത്തിന്റെ സഭയുടെ വ്യാപരിച്ചിരിക്കുന്ന സകല നിന്ദകളെയോ ഇന്നുവരെ ഒഴുക്കിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിച്ചോണം കേട്ടോ. നിന്നെ വീട്ടിൽ കളയുന്ന സ്വന്തം, നിന്നെ വീട്ടിൽ കളയുന്ന സ്വന്തം, വീട്ടിൽ കളയുന്ന സ്വന്തം വിശ്വസിച്ചാൽ കർത്താവേ, എന്റെ കുടുംബത്തിൽ, എന്റെ പിള്ളേരുടെ ബന്ധത്തിൽ, എന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, എന്റെ ഹല്ലേലൂയ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, എന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, എന്റെ സഭയോടുള്ള ബന്ധത്തിൽ, ഞാൻ പാർക്കുന്ന ദേശത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നിന്ന ഒഴിച്ച് മാറ്റുന്ന സ്വർഗ്ഗം എനിക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തമുള്ള നിന്ന എബ്രായ ലേഖനം 13:13 എടുക്കാം. എബ്രായ ലേഖനം 13:13 വാക്യം. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് ക്രിസ്തുവിന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. നമ്മുടെ അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കേണ്ടത് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. പുറത്ത് വെച്ച് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി പാളയത്തിന് പുറത്ത് വെച്ച് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിന്ന് സഹിച്ചു, കഷ്ടം സഹിച്ചു. എന്നിട്ട് പറയുക, ആകയാൽ നാം അവന്റെ നിന്ദയും ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് വെച്ച് അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവ് പാളയത്തിന്റെ പുറത്തേക്ക് പോയെങ്കിൽ അതെയും നമ്മുടെ നിന്ന ക്രിസ്തു നിമിത്തമുള്ള നിന്ദയും ചുമന്നുകൊണ്ട് നമ്മൾ പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവന്റെ അടുക്കിലേക്ക്. മനസ്സിലായോ? ഇന്നെപ്പോഴും അത് ചുമന്നുകൊണ്ട് ചെയ്യണം. അവിടുത്തെ അടുക്കിലേക്ക് ചെല്ലണം, അവിടുത്തെ അടുക്കിലേക്ക് ചെല്ലണം, അവിടുത്തെ കൃപയിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ പാപം ചുമന്ന് അവിടുത്തെ കഷ്ടത സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയെങ്കിൽ ഹല്ലേലൂയ. നമ്മൾ നിന്ന് ചുമന്നുകൊണ്ട് നിന്ന് ചുമന്നുകൊണ്ട് നമ്മൾ ഇതുവരെ മാറ്റണം. നമുക്കറിയാം, പാളയത്തിലേക്ക് ചെന്നത് നിന്ന് സഹിച്ചുകൊണ്ട് നിന്ന് ചുമന്നുകൊണ്ടാണ്. ഇനി നമ്മൾ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ആത്മനിർഭരത്തിൽ നിൽക്കുവാനായിട്ട് നമ്മെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് എബ്രായ 11:26 വായിക്കാമോ? എബ്രായ 11:26. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു.
വായിച്ചിട്ട് എത്തിയിട്ടില്ല. മനസ്സിലാവാത്ത ഇതാണ്. ശ്രദ്ധിക്കൂ, ഈ മോശ ഇസ്രായേലിലാണ് നിന്നേണ്ടത്. അതിന്റെ മേലത്തെ വാക്കുകൾ വായിച്ചോ, മേലത്തെ വാക്കുകൾ വായിച്ചോ. പ്രതിഫലം നോക്കിയതുകൊണ്ട് നിരസിച്ചു. അടുത്തത് മിസ്രയീമിലാണ് ഈ കഷ്ടത എല്ലാം സഹിച്ചത്. ഇല്ലേ? മിസ്രയീമിലാണ് ഈ കഷ്ടത എല്ലാം സഹിച്ചത്. പക്ഷേ ഇവിടെ വായിക്കുന്നു ക്രിസ്തുവിന്റെ വലിയ ധനമെന്ന്. ആരെന്ന്? മോശ. പഴയ നിയമത്തിൽ കഷ്ടത സഹിച്ചത്, പുതിയ നിയമത്തിലല്ല. എന്നിട്ട് പുതിയ നിയമത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ നിന്ന എനിക്ക് നാം നിന്ന സഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ അത് വലിയ ധനമാണ്. ക്രിസ്തുവിൽ അത് വലിയ ധനമാണ്. നമുക്ക് പറഞ്ഞല്ലോ വലിയ ധനം എന്താണെന്ന്. ആളുടെ സ്വർഗ്ഗത്തിൽ ഉല്ലസിച്ച് ആനന്ദിക്കത്തക്കവണ്ണ ആളുടെ ദൈവം നൽകുന്ന ഒരു സമ്പത്താണ് ഇവിടെ ക്രിസ്തുവിൽ സഹിക്കുന്ന നിന്ദകൾ. മനസ്സിലായോ? ഫറവോന്റെ മകനെന്ന് വിളിക്കേണ്ട യോഗ്യത എന്തെങ്കിലും മാറ്റിവെച്ചു. അവിടുത്തെ മൂലനിക്ഷേപങ്ങളെത്തിക്കും. ഫറവോന്റെ കൊട്ടാരത്തിലെ അടുത്ത ഫറവനായിട്ട് എത്തുകയായിരുന്നു. പക്ഷെ ഇരിക്കാമായിരുന്നു. അത് സകല ധനത്തോടും സുഖത്തോടും കൂടെ ആഡംബരമായിട്ട് എത്തുകയായിരുന്നു. എന്താണെന്ന് മോശയുടെ മുഖത്തൊക്കെ ആരും ചെയ്തില്ല, മിണ്ടത്തില്ല. അത്രയ്ക്ക് പദവിയിൽ ഇരുന്ന മോശ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിന്റെ വലിയ ലോകത്തിൽ നമുക്ക് നിന്നയുണ്ട്, ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, ലോകത്തിൽ നമുക്ക് പരിഹാസമുണ്ട്. പക്ഷെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ദ സഹിക്കുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഏറ്റെടുക്കുക, വലിയൊരു ഭാഗ്യകരമായ അവസ്ഥയാണ് ഏറ്റെടുക്കുക. അത് ചുമന്നത് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക, ഒരു മനസ്സുണ്ടാക്കുക. ഹല്ലേലൂയ. വിളിച്ചു പറയട്ടെ, മറ്റുള്ളവരെക്കാൾ കൂട്ടുകാരൻ ഫലമായി ശ്രേഷ്ഠമായവരെ അനുഗ്രഹിക്കുന്നത് സ്വന്തമെന്ന്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് വിശ്വസിക്കണം. ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുക്കണം. എന്നില്ലാത്തൊരു ക്രിസ്തീയ ജീവിതമല്ല, എപ്പോഴും അത് ഏറ്റെടുക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാനായി. മറ്റൊരു കാര്യമുണ്ട്, ദൈവത്തെ നിന്ദിക്കുന്ന സംഭവമുണ്ട്. 1 ശമൂവേൽ 2:30 വാക്യം എടുക്കാമോ? 1 ശമൂവേൽ 2:30 17 വായിക്കാം. മാനിക്കുന്നവനെ ഞാൻ ദൈവത്തെ നിന്ദിക്കരുത്. ദൈവത്തെയും വിശുദ്ധമായതിനെയും ആത്മീയമായതിനെയും ദൈവജനത്തെയും ദൈവദാസന്മാരെയും നിന്ദിക്കരുത്. പകരമായിരിക്കുന്നത് നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന വിരോധിക്കുന്നവരോട് പറയുമ്പോൾ എന്നെ മാനിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? മാനിക്കും. എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തോട് നിന്ന വേണ്ട, ദൈവത്തോട് നിന്ന വേണ്ട, വിശുദ്ധമായതിനോടും വേണ്ട, ദൈവസഭയോടും വേണ്ട, ഹല്ലേലൂയ, ദൈവദാസന്മാരോടും വേണ്ട. ഹല്ലേലൂയ. കാരണം അതാരും നിന്ദിക്കുന്നില്ല, ദൈവത്തെ നിന്ദിക്കുന്നതിനുമാണ്. എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? എന്നെ മാനിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അല്ലെങ്കിൽ 30 വാക്യം വായിച്ചാട്ടെ. 17 വായിച്ചു. ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ദൈവികമായതിനെ അവർ ചെയ്തു. ആരെന്നറിയാമോ ഇത്? പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിനകത്തുള്ള യാഗവസ്തുക്കളുടെ മുമ്പല്ലും കൊണ്ടും ബുദ്ധിക്കൊണ്ട് എന്ത് ചെയ്തു? അത് പോയി യാഗമർപ്പിച്ച് കഴിഞ്ഞ
ഹല്ലേലൂയ. യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തു അത് യാഗമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നിർബന്ധിച്ച് കുത്തിക്കൊണ്ടുപോകുമ്പോൾ അവർ യഹോവയുടെ മുമ്പിൽ അവരുടെ പാപം വലിയതായിരുന്നു. ദൈവത്തെ നിന്ദിക്കുന്നവരെ നിന്ദിക്കുന്നവനെ ദൈവത്തെ നിന്ദിക്കുക, നിന്നെ നമുക്ക് മാറ്റിക്കൊടുക്കും. എങ്ങനെ മാറ്റിക്കൊടുക്കാൻ പറ്റും? എങ്ങനെ മാറ്റിക്കൊടുക്കാൻ പറ്റും? 1 ശമൂവേൽ 17:26 എങ്ങനെ മാറ്റിക്കൊടുക്കാൻ പറ്റും? 1 ശമൂവേൽ 17:26 അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട് ഫെലിസ്ത്യനെ കൊന്ന ഇസ്രായേലിന് നിന്നയെ നീക്കിക്കളയുന്നവനെ എന്ത് കൊടുക്കും? നിന്ദിപ്പാൻ ഈ അഗ്രഗണ്യനായ ഫെലിസ്ത്യനെ ഇവന്റെ നിന്ന ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവത്തെ നിന്ദിക്കുന്നു. ഹല്ലേലൂയ. നിന്ന ഞാൻ നീക്കി കൊടുക്കാം. നീക്കി കൊടുക്കുന്നവന് എന്ത് കിട്ടും? എന്ത് കൊടുക്കും? ഇത് പകൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ചിലർ നിന്ദിക്കുന്നെങ്കിൽ അവിടെ നിന്നയെ മാറ്റി കൊടുക്കണം. ദൈവത്തിന്റെ അധികാരതയെ നമ്മൾ എന്തിലേക്കാണ്? ദൈവത്തിന്റെ അഭിഷേകത്തെ തന്റെ ദാസനായി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഫെലിസ്ത്യനെ, നീ ദൈവത്തെ നിന്ദിക്കുകയാ, നീ ദൈവത്തെ പരിഹസിക്കുകയാ. വിശുദ്ധനായ ദാവീദ് ചെറു ബാലനാണെങ്കിലോ അവനെ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തെ നിന്ദിക്കുന്നു. അതിനെ ഞാൻ തുടച്ചു കേട്ടോ. യുദ്ധകാലത്ത് നിന്ന കേട്ടിങ്ങനെ പോകരുത്. രണ്ട് കാര്യം പറഞ്ഞിട്ട് പോകാവുള്ളൂ. പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തെ നിന്ദിക്കുന്നവരുടെ നിന്നയെ തുടച്ചു മാറ്റത്തക്കവണ്ണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടുവെങ്കിൽ ദൈവത്തെ നിന്ദിക്കാൻ പാടില്ല. വിശുദ്ധമായതിനെ ദൈവ ജനത്തെ നിന്ദിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ നിന്ദിക്കുന്നത് ഇസ്രായേൽ ജനത്തെയാണ് നിന്ദിക്കുന്നത്. ദൈവസഭയായ ഇസ്രായേൽ ജനത്തെയാണ് നിന്ദിക്കുന്നത്. പുറത്തു നിന്നൊരുവൻ നാം വിശ്വസിച്ചാൽ ചില നിന്ദകളെ ദൈവം ഉടച്ചുകളയുക, ചില നിന്ദകളെ ദൈവം എടുത്തുകളയുക. അഭിഷേകം ചെയ്യുന്ന അഭിഷേകമായ ദൈവം ഉപയോഗിക്കുക. നമ്മളെ ഉപയോഗിക്കുക. നിങ്ങളുടെ തലമുറയെ ഉപയോഗിക്കുക. നിങ്ങളെ ഉപയോഗിക്കുക. Hallelujah.